ചെയ്തോ? ഒന്നാം ചോദ്യം, 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ച രോഗം എന്നാണ് ചോദ്യം. മങ്കി പോക്സ് ആണല്ലേ? മങ്കി പോക്സ് ആണല്ലേ? മങ്കി പോക്സ്. ഓക്കെ. ആ ഓക്കെ, മങ്കി പോക്സ് ആണ്. ലോകാരോഗ്യ സംഘടന 2022 ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് എന്ത് ചെയ്തത്? പ്രഖ്യാപിച്ചത് മങ്കി പോക്സിനാണ്. മങ്കി പോക്സ്, ഓപ്ഷൻ സി ആണ് മങ്കി പോക്സ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, രക്തദാനം. മങ്കി പോക്സ്, കുരങ്ങ് പനി, അതായത് രണ്ടും സെയിം വൈറസ് ആണ്. അതായത് നമ്മുടെ ഈ KFD വൈറസ് എന്ന് പറയും കേട്ടോ. KFD, അതായത് കാസനോർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ് എന്ന് പറയും കേട്ടാ. കാസനോർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ് എന്ന് പറഞ്ഞാൽ KFD വൈറസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപം KFD വൈറസ് എന്ന്. ഓക്കെ, ഈ KFD വൈറസ് കാരണമാണ് ഈ കുരങ്ങ് പനി ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, KFD എന്ന് പറയും, കാസനോർ ഫോറസ്റ്റ് ഡിസീസ് വൈറസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത്, രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. പ്രസ്താവന നോക്കിയോ? പ്രസ്താവന കട്ടായി പോയി. ഓക്കെ, അതായത് അതെ, കട്ടായി പോയിട്ടില്ല. സത്യമില്ല. ഓക്കെ, പിള്ളേർ നോക്കിയോ? മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാന്നുള്ള പ്രസ്താവന തെറ്റാണ് അല്ലേ? ഓക്കെ, 3 മാസത്തിലൊരിക്കൽ. എത്രയാണ്? 3 മാസത്തിലൊരിക്കൽ നമുക്ക് രക്തദാനം ചെയ്യാം. 3 മാസത്തിലൊരിക്കൽ. ഓക്കെ, അത് മാത്രമല്ല, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. 18-നും 60-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഓക്കെ, പിന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തദാനം ചെയ്യരുത്. ഓക്കെ, അതും ശരിയാണ് അല്ലേ? ഈ എത്ര കിലോ ഭാരം വേണം രക്തദാനം ചെയ്യുന്നതിന്? എത്ര കിലോ ഭാരം വേണം? പിള്ളേരെ 50 കിലോ ഭാരം വേണം കേട്ടോ. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രായം 18 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് രക്തദാനം ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് 50 കിലോഗ്രാം ഭാരം വേണം. 50 കിലോ ഭാരം വേണം. ഓക്കെ, അത് മാത്രമല്ല, എത്ര രക്തമാണ് നമുക്ക് ഒരു സമയം നമ്മളെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നത്? പിള്ളേരെ 300 ml രക്തമാണ് എടുക്കുന്നത്. 300 ml രക്തമാണ് നമുക്ക് ഒരു ശരീരത്തിൽ നമുക്ക് ഒരു സമയം എടുക്കുന്നത്. 300 ml രക്തമാണ്, 300 മില്ലി രക്തമാണ് നമുക്ക് എടുക്കുന്നത്. ഈ രക്തബാങ്കില് രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ്? രക്തബാങ്കില് രക്തം സൂക്ഷിക്കുന്ന താപനില എന്ന് പറഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ? 4 ഡിഗ്രി സെൽഷ്യസ് ആണ് രക്തബാങ്കില് രക്തം സൂക്ഷിക്കുന്ന താപനില. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അതുപോലെ തന്നെ ഈ രക്തബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? രക്തബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അപ്പോൾ രക്തബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്കിന്റെ പിതാവ്. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്കിന്റെ പിതാവ്. രക്തബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് റിച്ചാർഡ് ഡ്രൂ ആണ് രക്തബാങ്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്ന ഹൃദയമാണല്ലേ? ആണോ? ഹൃദയമാണോ പിള്ളേരെ? അല്ല, ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ് കേട്ടോ. പ്ലീഹ. ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ഓക്കെ, ശരീരത്തിലെ രക്തബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹയാണ് കേട്ടോ, പ്ലീഹ. ഓക്കെ, ഈ രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ഉണ്ട്, ഏതെന്നറിയാമോ? പിള്ളേർ, സോഡിയം സിട്രേറ്റ് ആണ് കേട്ടോ. സോഡിയം സിട്രേറ്റ് ആണ് രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു 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 കെമിക്കൽ ഉണ്ട്. അത് ഏതാണ്ട് സോഡിയം സിട്രേറ്റ് ആണ്. ഏതാണ്? സോഡിയം സിട്രേറ്റ് ആണ് രക്തബാങ്കുകളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഉപയോഗിക്കുന്ന രാസവസ്തു. ഇനി നമ്മുടെ ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തു ഉണ്ട്. ഏതാണ്? പിള്ളേർ, അതാണ് ഹെപ്പാരിൻ കേട്ടോ. നമ്മളെ ശരീരത്തിനുള്ളിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഹെപ്പാരിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. നമ്മുടെ ശരീരത്തില് രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ. ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. അത് മാത്രമല്ല, നമുക്കൊരു മുറിവുണ്ടാകുമ്പോൾ അവിടെ രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന
രാസവസ്തുക്കളെയും ആരുൽപാദിപ്പിക്കുന്നുണ്ട്? കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായ? അതായത് ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കളെയും രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കളെയും ആരുൽപാദിപ്പിക്കുന്നുണ്ട്? കരൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് രണ്ട് ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ. ഇപ്പൊ ചില ആൾക്കാരുണ്ട് കേട്ടോ, അതായത് രണ്ട് പക്ഷത്ത് നിൽക്കും. നമ്മൾ അതിനെ എന്താണ്, ഇരുതല വാള, അങ്ങനെ ഒരു പ്രയോഗം പറയുമല്ലോ, ശൈലി പറയുമല്ലോ. അവിടെ നിൽക്കും, ഇവിടെ നിൽക്കും. മനസ്സിലായില്ലേ? നമുക്കിടയിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ. ശരി. അപ്പൊ ഓർത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കരള് രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ടുള്ള രാസവസ്തുവിനെ ഉൽപ്പാദിപ്പിക്കും, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള രാസവസ്തുവിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ. കായംകുളം വാളല്ലേ? കായംകുളം വാള. അതന്നെ. ഓക്കെ, ക്ലിയർ ആണ്. ശരി. അപ്പൊ മനസ്സിലായല്ലോ പിള്ളേരെ? ഹെപ്പാരിൻ. ഞാൻ വേറെ കാര്യം പറയട്ടെ. ഈ ഹിരുഡിൻ എന്നൊരു സാധനമുണ്ട്. ഹിരുഡിൻ. ഈ ഹിരുഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ, ഹിരുഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുളയട്ടയൊക്കെ ഉണ്ടല്ലോ, ഈ കുളയട്ടയൊക്കെ നമ്മളെ കടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ പറയുന്ന സാധനം ഹിരുഡിൻ കടത്തിവിട്ട് നമ്മൾ കടിക്കുന്ന ഭാഗത്തേക്ക് ഹിരുഡിൻ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് ആ ഭാഗത്ത് രക്തം കട്ട പിടിക്കാതെ അത് ബ്ലഡിന് എന്ത് ചെയ്യുന്നത്? കടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നത്. മനസ്സിലായ? ആ സാധനത്തിന്റെ ഒരു ഹിരുഡിൻ എന്നാണ് കേട്ടോ, ഹിരുഡിൻ. ഓക്കെ. ഇതെല്ലാം ആന്റി കൊയാഗുലന്റുകളാണ്. ഹെപ്പാരിൻ ആയാലും അതുപോലെ ഹിരുഡിൻ ആയാലും ആന്റി കൊയാഗുലന്റുകളാണ് കേട്ടോ. ആന്റി കൊയാഗുലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന രാസവസ്തുക്കളാണ് ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹെപ്പാരിൻ ഒരു ആന്റി കൊയാഗുലന്റ് ആണ്, അതുപോലെ ഹിരുഡിൻ ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. പക്ഷെ ഈ രണ്ട് സാധനങ്ങളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും നാച്ചുറൽ ആയിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഭൂമിയിൽ ഓൾറെഡി ഉള്ളതാണ്, നമ്മളത് കെമിക്കലി ഉണ്ടാക്കുന്നതല്ല. മനസ്സിലായി? ഇപ്പൊ നമ്മൾ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നിർമ്മിക്കുന്ന ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. പക്ഷെ ഇത് ഹെപ്പാരിൻ നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ്, അല്ലേ? നമ്മൾ കുടിച്ചെടുക്കുന്ന സാധനമാണോ ഹെപ്പാരിൻ? അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സാധനമാണോ ഹെപ്പാരിൻ? അല്ല, നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള സാധനം തന്നെയാണ്. ഓക്കെ. ഹിരുഡിൻ എന്ന് പറഞ്ഞാലും ഇതുപോലെ ഈ കൊളയട്ടിന്റെ ശരീരത്തിലൊക്കെ ഓൾറെഡി ഉള്ള സാധനമാണ് ഹിരുഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും നാച്ചുറൽ ആന്റി കൊയാഗുലന്റുകളാണ്. ഓർത്തിരിക്കുക, ഹെപ്പാരിനും ഹിരുഡിനും. ഓക്കെ, ശരി. താഴോട്ട് പോവാം. അടുത്ത പറ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എയ്ഡ്സിന് കാരണമാകുന്ന സൂക്ഷ്മജീവികൾ വൈറസുകളാണ്, അല്ലെ? വൈറസുകളാണ് എയ്ഡ്സിന് കാരണമാകുന്നത്. വൈറസാണ്, അല്ലെ? വൈറസാണ് എയ്ഡ്സിന് കാരണമാകുന്നത്. ഇവിടെ ഏത് വൈറസാണ് പിള്ളേരെ? HIV-യുടെ പൂർണ്ണരൂപം എന്താണ്? HIV-യുടെ പൂർണ്ണരൂപം ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV-യുടെ പൂർണ്ണരൂപം, അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് HIV-യുടെ പൂർണ്ണരൂപം. ഈ HIV വൈറസ് കണ്ടെത്തിയതാണെന്നറിയാവോ? HIV കണ്ടെത്തിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ലൂക്ക് മൊണ്ടേനിയർ. ആരാ പിള്ളേരെ? ലൂക്ക് മൊണ്ടേനിയർ എന്ന് പറയുന്ന വ്യക്തിയാണ് HIV കണ്ടെത്തിയത്. ലൂക്ക് മൊണ്ടേനിയർ എന്നുള്ള വ്യക്തിയാണ് HIV കണ്ടെത്തിയത്. HIV ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തിനെയാണ് ബാധിക്കുന്നേടാ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്നത്, അല്ലെ? ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നത്. രോഗപ്രതിരോധ ശേഷിയിൽ തന്നെ ബാധിക്കുന്നത് വെച്ചാൽ നമ്മുടെ എന്തിനെ ബാധിക്കുന്നത്? WBC ആണ് ബാധിക്കുന്നത്. WBCയിൽ തന്നെ നമ്മൾ ലിംബോസൈറ്റിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ. ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ലിംബോസൈറ്റുകളെ ബാധിച്ചിട്ട് ലിംബോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്നു, അല്ലെ? ലിംബോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുന്ന രോഗമാണ് ഏത്? HIV എന്ന് പറയുന്നത്. ഓക്കെ. HIV എങ്ങനെയൊക്കെ പകരുമെന്ന് കേട്ട് കഴിഞ്ഞാല് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരം. HIV പകരുന്ന സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരം. അതുപോലെ തന്നെ നമുക്ക് അതായത് രക്തം അവയവദാനം വഴി എന്ത് ചെയ്യും പിള്ളേരെ? അവയവദാനം വഴി പകരം. അതുപോലെ തന്നെ മൂന്നാമതായി നമുക്ക് ഓർത്തിരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അണുവിമുക്തമാക്കാത്ത സിറിഞ്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ പകരും. പിന്നെ നാലാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കും പകരും. ഈ രീതിയിൽ മാത്രമേ പകരത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ നമുക്ക് 1ഉം 2ഉം ചോദ്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് നിന്ന് HIV AIDS നിന്ന് വന്നത്. മനസ്സിലായ? ഓക്കെ. അതായത് 2 ചോദ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പ്രിലിംസിന് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ HIV അണുക്കൾ ഏറ്റവും കുറവ് കാണപ്പെടുന്ന ഏത് ശരീര ദ്രവത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതിന്റെ ആൻസർ ഏതാണ്ട? ഉമിനീരിലാണ് ഏറ്റവും കുറവ് കാണപ്പെടുന്നത്. അത് മാത്രമല്ല, രോഗിയുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ HIV പകരുമെന്ന് ഇല്ല. നമ്മൾ അവിടുത്തെ അടുത്തിടപഴകിയെന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? HIV നമുക്ക് പകരത്തില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന കൊതുക് വഴിയോ ഈച്ച വഴിയോ എന്ത് ചെയ്യത്തില്ല? HIV പകരത്തില്ല. നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ ഒരുമിച്ച് ഒരു ശുചിമുറി ഉപയോഗിച്ചാലോ ഒന്നും നമുക്ക് HIV എന്ത് ചെയ്യത്തില്ല? പകരത്തില്ല. മനസ്സിലായടാ? ഓക്കെ.
കൊതുക് വഴി HIV പകരാത്തിന്റെ കാരണം എന്താണ്? കൊതുക് വഴി HIV പകരാത്തിന്റെ കാരണം എന്താണ്? ആർക്ക് പറയാം? കൊതുക് വഴി HIV പകരുന്നില്ല. എന്തുകൊണ്ട്? വൈ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് കൊതുകിന്റെ ശരീരത്തില് ഈ പറയുന്ന HIV വൈറസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. ആ കൊതുകിന്റെ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് അത് നശിച്ചു പോകും. മനസ്സിലായ? അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ HIV കൊതുക് വഴിയും ഈച്ച വഴിയൊന്നും പകരാത്തത്. ഓക്കെ, അടുത്ത ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡിയാണ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ക്ഷയരോഗത്തിന്റെ വാക്സിൻ BCG ആണ് അല്ലെ? ക്ഷയരോഗത്തിന്റെ വാക്സിൻ BCG ആണ്. BCG ആണ് ക്ഷയരോഗത്തിന്റെ വാക്സിൻ. ഓക്കെ. അതുപോലെ മഞ്ഞപ്പിത്തത്തിനുള്ള വാക്സിൻ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെൻഡാവാലന്റ് വാക്സിനേഷൻ പറയാം കേട്ടോ. പെൻഡാവാലന്റ് വാക്സിനേഷൻ മഞ്ഞപ്പിത്തം കൂടെ ഉൾപ്പെടുന്നുണ്ട്. പെൻഡാവാലന്റ് വാക്സിനേഷൻ മഞ്ഞപ്പിത്തം ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, TT നമുക്കറിയാം അല്ലേ? TT എന്താ? ടെറ്റനസിനെതിരെ എടുക്കുന്ന വാക്സിനെയാണ് നമ്മൾ TT എന്ന് പറയുന്നത്. ടെറ്റനസിനെതിരെ എടുക്കുന്ന വാക്സിൻ ആണ് എന്ന് പറയുന്നത് ഈ TT എന്ന് പറയുന്നത് അല്ലേ? ടെറ്റനസിനെതിരെ എടുക്കുന്ന വാക്സിനാണ് നമ്മൾ TT എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന മുണ്ടിനീരിനെതിരെ എടുക്കുന്ന വാക്സിൻ ഏതാണ്ടാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുണ്ടിനീരിനെതിരെ എടുക്കുന്ന വാക്സിൻ MMR ആണ് അല്ലെ? MMR ആണ് എതിരെ എടുക്കുന്ന വാക്സിൻ. ഓക്കെ, ഒരു സെക്കൻഡ് ഏടാ. ഓക്കെ, ശരി. MMR എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 3 രോഗങ്ങളാണ്. മംസ്, മീസിൽസ്, റുബല്ല എന്നീ പറയുന്ന 3 രോഗങ്ങളാണ്. മംസ് എന്ന് പറഞ്ഞാൽ അതാണ് മുണ്ടിനീര് കേട്ടോ. മുണ്ടിനീര്. ഓക്കെ, മീസിൽസ് 5-ാം പണി. റുബല്ല എന്ന് പറഞ്ഞാൽ എന്താണ്ട? ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന ഒരു രോഗമാണ് ഈ റുബല്ല എന്ന് പറയുന്നത്. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്ന രോഗമാണ് റുബല്ല കേട്ടോ. ഓക്കെ, അപ്പൊ മുണ്ടിനീരിന് MMR വാക്സിൻ ആണ്. മറക്കണ്ട. TT എടുക്കുന്നത് ടെറ്റനസിനാണ്. TTയുടെ പൂർണ്ണരൂപം എന്ന് വെച്ച് കഴിഞ്ഞാല് ടെറ്റനസ് ടോക്സൈഡ് എന്നാണ് പൂർണ്ണരൂപം. ടെറ്റനസ് ടോക്സൈഡ് എന്നാണ് ഈ പറയുന്ന TTയുടെ പൂർണ്ണരൂപം. ടെറ്റനസ് ടോക്സൈഡ് കേട്ടാ. ഓക്കെ, ഇനി ഈ OPV എന്താ? OPV MMR താഴെ ഉണ്ട് കേട്ടാ. തിരിച്ചെടുത്തിക്കണേ. ഇവിടെ ഇതാ വരേണ്ട. OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ ആണല്ലേ? ഓറൽ പോളിയോ വാക്സിൻ ആണ് OPV. ഓക്കെ, അതായത് പോളിയോ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആണ് ഈ OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വായിലൂടെ തരുന്ന ആ ഒരു തുള്ളിമരുന്നിനെയാണ് നമ്മൾ OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത്. ഈ ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആരാണ്ടാ? ഓറൽ പോളിയോ വാക്സിൻ കണ്ടെത്തിയത് ആൽബർട്ട് സാബിൻ ആണല്ലേ? ആൽബർട്ട് സാബിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് വായിലൂടെ സാപ്പിഡ് എന്ന് ഓർത്താൽ മതി കേട്ടോ. സാബ്. ഓക്കെ, ആൽബർട്ട് സാബിൻ എന്താണ് കണ്ടെത്തിയത്? സാബിൻ എന്താ കണ്ടെത്തിയത്? ഓറൽ പോളിയോ വാക്സിനും. എന്നാൽ പോളിയോ വാക്സിൻ കുത്തിവയ്പ് കണ്ടെത്തിയത് ജോണസുമാണല്ലേ? ജോണസ് സാൽക്കാണ് കുത്തിവയ്പ് കണ്ടെത്തിയത്. എന്ത് ചെയ്തത്? കുത്തിവയ്പ് കണ്ടെത്തിയത് കേട്ടോ. ഓക്കെ, പോളിയോ കുത്തിവയ്പ് ജോണസ് സാൽക്കും, പോളിയോ തുള്ളി മരുന്ന് ആൽബർട്ട് സാബിനുമാണ് കേട്ടോ. മാറിപ്പോയത് കേട്ടോ. ഓക്കെ, പോളിയോ ദിനം ഏതാ പിള്ളേരെ? പോളിയോ ദിനവും UN ദിനവും ഒക്കെ സെയിം ആണ്. പോളിയോ ദിനം എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 24 അല്ലേ? പോളിയോ ദിനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒക്ടോബർ 24. പോളിയോ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഏതാ? പിള്ളേരെ? പോളിയോ രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി വൈറസ് ആണ്. ഓക്കെ, ഏത് വൈറസാണ്? പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് അല്ലേ? പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്ന വൈറസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്? ഈ പോളിയോ രോഗം എന്ത് ചെയ്യുന്നത്? പകരുന്നത്. പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പോളിയോ രോഗം പകരുന്നത് വായുവിലൂടെയാണോ? എങ്ങനെയാ പകരുന്നത്? ജലത്തിലൂടെയാണോ? പോളിയോ രോഗം പകരുന്നത് വായുവിലൂടെയാണോ ജലത്തിലൂടെയാണോ?
വളരെ പോളിയോ രോഗം പകരുന്നത് ജലം വഴിയാണ് കേട്ടോ. ജലം വഴി പകരുന്ന രോഗമാണ് പോളിയോ. ജലം വഴി പകരുന്ന രോഗമാണ് പോളിയോ. ജലം വഴി പകരുന്ന രോഗമാണ് പോളിയോ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാം മനസ്സിലായല്ലോടാ? എല്ലാം മനസ്സിലായല്ലോ? എല്ലാ പോയിന്റും കിട്ടിയല്ലോ? ഓക്കെ, കിട്ടി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ നമുക്ക് ഈ പരീക്ഷകളിൽ എയ്ഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിള്ളേരെ കേട്ടോ. എയ്ഡ്സുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ. അതുപോലെ തന്നെ ഈ ഒരു സാധനം എന്താണ്? ഈ ഒരു സാധനം ഇത് ആറല്ലേ? നീലവളയമാണ്. ഓക്കെ, നീലവളയം. ഓക്കെ, നീലവളയം ഡയബറ്റീസ് കേട്ടോ. ഡയബറ്റീസ് ആണ് കേട്ടോ. നീലവളയം ഡയബറ്റീസ് ആണ്. ഓക്കെ, നീലവളയം എന്ന് വെച്ചാൽ ഡയബറ്റീസിനെ, അതായത് നമ്മളെ ഈ ഷുഗർ, പ്രമേഹ രോഗത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ് നീലവളയം. ഓക്കെ, നിങ്ങൾക്കറിയാം. അടുത്ത, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമാകുന്ന രോഗാണുക്കള് വൈറസ് ആണ്. ഏത് വൈറസ് ആണ് കോവിഡിന് കാരണമാകുന്നത്? കോവിഡിന് കാരണമാകുന്നത് കൊറോണ വൈറസ് ആണ് അല്ലെ? COVID-19 കാരണമാകുന്ന വൈറസ് കൊറോണ വൈറസ് ആണ്. കോവിഡിന്റെ പൂർണ്ണരൂപമൊക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോവിഡിന്റെ പൂർണ്ണരൂപം എന്താ? ഇവിടെ കോവിഡിന്റെ പൂർണ്ണരൂപം കൊറോണ വൈറൽ ഡിസീസ് എന്നാണ് കേട്ടോ. കൊറോണ വൈറൽ ഡിസീസ് എന്നാണ് കോവിഡിന്റെ പൂർണ്ണരൂപം. COVID-19 എന്ന് പറയുമ്പോൾ കൊറോണ വൈറൽ ഡിസീസ് 2019 കേട്ടോ. കൊറോണ വൈറൽ ഡിസീസ് 2019 എന്നാണ് COVID-19 പൂർണ്ണരൂപം. ഓക്കെ, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്? സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതമാണ് അല്ലെ? സുകൃതമാണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര്. സുകൃതം എന്നാണ് അല്ലെ? ഓക്കെ, വിമുക്തിയൊക്കെ നമുക്ക് ചോദിക്കുന്നതാണ്. വിമുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയാണ്? എക്സൈസ് വകുപ്പിന്റെയാണ് അല്ലെ? എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് അല്ലെ? എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എക്സൈസ് വകുപ്പിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയാണ് ഈ വിമുക്തി എന്ന് പറയുന്നത്. എക്സൈസ് വകുപ്പിന്റെ, നമ്മുടെ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ലഹരി വിമുക്ത പദ്ധതിയാണ് ഏത് പറയുന്നത്? വിമുക്തി എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, ഇതിന്റെ ഒരു അംബാസിഡർ, ഗുഡ്വിൽ അംബാസിഡറായി സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ്. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എക്സൈസ് വകുപ്പ് മന്ത്രി ആരാ? നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? എക്സൈസ് വകുപ്പ് മന്ത്രി ആരാ? എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് ആണല്ലേ? MP രാജേഷ് ആണ് എക്സൈസ് വകുപ്പ് മന്ത്രി. നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ്. MP രാജേഷ്. ഓക്കെ, അയ്യോ ക്വസ്റ്റ്യന്റെ മാറിപ്പോയേ, നല്ല ഓർഡർ മാറിപ്പോയി. ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചോണേ. താഴെ പറയുന്ന 1 മുതൽ 4 വരെയുള്ള ഇനങ്ങളിൽ കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏവെന്നാണ്? ഓക്കെ, നോക്കിക്കോ. കൊതുകുകൾ മുഖേന അല്ലാതെ പകരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയോ. കുഷ്ഠം കൊതുക് വഴിയാണോ പകരുന്നേ? കുഷ്ഠം കൊതുക് വഴിയാണോ പകരുന്നേ? അല്ല, കുഷ്ഠം പകരുന്നത് കൊതുക് വഴി അല്ല. ഓക്കെ, കുഷ്ഠം പകരുന്നത് സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയാണ് പകരുന്നത് അല്ലേ? സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയാണ് കുഷ്ഠം പകരുന്നത്. ഓക്കെ, മലമ്പനി പകരുന്നത് കൊതുക് വഴിയാണ്. മലമ്പനി പകരുന്നത് കൊതുക് വഴിയാണ്. ഓക്കെ, കോളറ പകരുന്നത് കൊതുക് വഴിയാണ്? അല്ല, കോളറ പകരുന്നത് ഈ മലിനജലം അതുപോലെ ഈച്ച വഴിയാണ്. മലിനജലത്തിലൂടെയും ഈച്ച വഴിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? കോളറ പകരുന്നത്. ഓക്കെ, മന്ദരോഗം പകരുന്നത് കൊതുക് വഴിയാണ്. യെസ്, മന്ദരോഗം പകരുന്നത് കൊതുക് വഴിയാണ്. അതായത് നമ്മളിപ്പോ ചെയ്തതില് 2 എണ്ണം മാത്രം, 1ഉം 3ഉം മാത്രമാണ് കൊതുക് വഴി പകരാത്ത രോഗങ്ങൾ. അപ്പൊ ആൻസർ ചെയ്ത് വരും. വരുമ്പോഴുള്ളവരെ ഓപ്ഷൻ എ വരും. ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം, കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർ, ഈ വർഷം എന്ന് പറഞ്ഞാൽ 2022 നടപ്പിലാക്കിയത്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതെന്നാണ് ചോദ്യം. നമ്മൾ പഠിച്ചു, മെഡിസെപ്പ് ആണല്ലേ? മെഡിസെപ്പ് ആണ്. ഓക്കെ, മെഡിസെപ്പ്. അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് വർക്കൗട്ട് ചെയ്തതാണ്. 2022 ജൂലൈ 1. ഓക്കെ, ഓറിയന്റൽ ഇൻഷുറൻസ് ആണ് സഹകരിക്കുന്നത്. 500 രൂപ വെച്ച് പ്രതിമാസം ശമ്പളത്തിൽ നിന്നും ഈ പറയുന്ന പെൻഷനിൽ നിന്നും പിടിക്കും. നിപ്പ രോഗത്തിന് കാരണമായ ജീവി ഏതാണ്? നിപ്പ രോഗത്തിന് കാരണം വൈറസ് ആണ്. നിപ്പ വൈറസ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത ബാക്ക് ടു ബേസിക്സ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്?
ബാക്ക് ടു ബേസിക്സ് എന്താണ്? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടതാണ് ബാക്ക് ടു ബേസിക്സ് അല്ലേ. അടുത്ത് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി. പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് പിള്ളേരെ വൈറസ്. ആ വൈറസ് എന്ന് പറഞ്ഞേ. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് H5N1 ആണ് അല്ലെ. H5N1 ആണ് പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ്. പന്നിപ്പനിക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചു, പന്നിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് ഏതാണ്? പന്നിപ്പനി H1N1 ആണ് പന്നിപ്പനി. H1N1 പന്നിപ്പനിയും H5N1 H5N1 ഏതാണ്ട പക്ഷിപ്പനിയുമാണ്. H5 പക്ഷിപ്പനിയും H1 പന്നിപ്പനിയുമാണ്. അടുത്ത് ഓങ്കോളജി ഏത് അസുഖത്തെ കുറിച്ചുള്ള പഠനമാണ്? ഓങ്കോളജി നമുക്കറിയാം ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. എങ്കിൽ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ഹൃദയത്തെ കുറിച്ചുള്ള ഹൃദ്രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹൃദ്രോഗങ്ങൾ കാർഡിയോളജി. ഹൃദ്രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ത്വക്ക് രോഗങ്ങൾ എന്ന് പറഞ്ഞ ത്വക്ക് രോഗങ്ങൾ മുഴുവൻ കമന്റ് ചെയ്യണം, അതാണ് കഴിവ്. നിങ്ങൾ ഡെർമാ റോള അല്ലല്ലേ, മുഴുവൻ കമന്റ് ചെയ്യും, അതാണ് കഴിവ്. ഡെർമറ്റോളജി ആരാദ്യം കമന്റ് ചെയ്ത് നോക്കാം. ശരി. നേത്ര രോഗങ്ങൾ. ഇപ്പൊ കൊറോണ വീഡിയോ സ്പെല്ലിംഗ് അങ്ങോട്ട് കിട്ടൂല. നേത്ര രോഗങ്ങൾ ഓഫ്താൽമോളജി. നിങ്ങൾ കമന്റ് ചെയ്യാനുള്ള സ്പീഡൊക്കെ സംഭവിച്ചോട്ടെ നിങ്ങൾ. ഓഫ്താൽമോളജി, നേത്രരോഗങ്ങൾ ഓഫ്താൽമോളജി. ശരി. അങ്ങനെയാണെങ്കിൽ കരളിനെ കുറിച്ചുള്ള പഠനം എന്താ? കരളിനെ കുറിച്ചുള്ള പഠനം കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജിയാണ് കേട്ടോ. നാഡികളെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ നാഡി രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ന്യൂറോളജി അല്ലേ. ന്യൂറോളജി നാഡി രോഗങ്ങൾ ന്യൂറോളജിയാണ്. വൃക്ക നെഫ്രോളജിയാണ്. നെഫ്രോളജിയാണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം തലച്ചോറ് ഫ്രിനോളജിയാണ് അല്ലെ. തലച്ചോറ് ഫ്രിനോളജിയാണ്. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പതോളജിയാണ് അല്ലെ. രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പതോളജിയാണ്. ഇതൊക്കെ ഓർത്തിരിക്കുക, ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ് ഏത്? ഓങ്കോളജി എന്ന് പറയുന്നത്. ക്യാൻസറുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ചോദിക്കുന്നതാണ് ഓങ്കോളജി. കുറെ പഠനങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പല ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തന്നെയാണ് പഠനങ്ങൾ. ഞാൻ കൂടുതൽ ഇപ്പൊ പറയുന്നില്ല. അടുത്ത് DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നതിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ്? ഈ ചോദ്യം അതുപോലെ എടുത്ത് തന്നെ നമുക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു ചോദിച്ചു. DPT വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെ പറയുന്നതിൽ ഏത് അസുഖം പ്രതിരോധിക്കാനാണ് പിള്ളേരെ? DPT വില്ലൻ ചുമ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫ്തീരിയ, പെർട്യൂസസ്, ടെറ്റനസ്. ഡിഫ്തീരിയ തൊണ്ടമുള്ള, പെർട്യൂസസ് വില്ലൻ ചുമ, ടെറ്റനസ് തന്നെ. ക്ലിയർ ആണല്ലോ. അപ്പൊ DPT ഡിഫ്തീരിയ, പെർട്യൂസസ്, ടെറ്റനസ്. ഇതിലെ പെർട്യൂസസ് ആണ് ഈ വില്ലൻ ചുമ. അല്ലടാ? ശരി. സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമാകുന്ന കൊതുക് ഇനം ഏതാണ് ചോദ്യം. സിക്ക വൈറസ് സിക്ക വൈറസ് ഈഡിസ് ആണല്ലേ. സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് ആണ്. നമ്മളെ സിക്ക വൈറസ് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. സിക്ക വൈറസ് വ്യാപിച്ച സമയത്ത്, നമ്മളെ കേരളത്തിൽ സിക്ക വൈറസ് വ്യാപിച്ച സമയത്ത് നമുക്ക് ഈ പറയുന്ന വന്നൊരു ചോദ്യമാണ്. ഈഡിസ് ഈജിപ്തിയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത സംയോജിത ശിശു വികസന സേവന പദ്ധതി ആരംഭിച്ച വർഷം. നമ്മളത് ICDS എന്ന് പറയും. ICDS 1975 ഒക്ടോബർ 2 അല്ലേ. 1975 ഒക്ടോബർ 2 ICDS ആരംഭിച്ചത്. 1975 ഒക്ടോബർ 2 ICDS ആരംഭിച്ചത്. ഇനി ബാക്കി ക്വസ്റ്റ്യന് മുകളില് 1975 ഏത് പഞ്ചവത്സര പദ്ധതി ഏതാ? 74 മുതൽ 78 വരെ ഏതാ? 5ാം പഞ്ചവത്സര പദ്ധതി കേട്ടാ. 5. ശരി. ഏതോ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി എത്ര ജനസംഖ്യക്കാണ് ഒരു ആശാ പ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത്? ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നതാണ്. ഓപ്ഷൻ ഡി 1000 പേർക്ക് ഒരു ആശാ പ്രവർത്തകനുണ്ട്. 1000 പേർക്ക് ഒരാശ.
ആശ എന്ന് പറഞ്ഞ ഏതെങ്കിലും പെണ്ണിന്റെ പേരാണോ? അല്ല. അത് എന്താണ് ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഷോർട്ട് ഫോം ആണ് കേട്ടോ. ആശ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോം ആണ്. എന്താണ്ടാ? അക്രഡിറ്റഡ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് കേട്ടോ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ആശയുടെ പൂർണ്ണരൂപം കേട്ടോ. ഓക്കെ. അല്ലാതെ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു പേര് നോക്കി എടുത്തിട്ടതല്ല ആശ എന്ന്. ആശയ്ക്ക് ഒരു പൂർണ്ണരൂപമുണ്ട്, അതും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ക്ലിയർ ആണല്ലോ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതിയില്ലേ ആശാ പ്രവർത്തകയാകണമെങ്കിൽ? 10ാം ക്ലാസ്. ആശ ചേച്ചിയാ? ഏത് ചേച്ചി? ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് നോക്കിയോ. ORT ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ്? ORT എന്താണ്? വയറിളക്ക രോഗങ്ങൾ അല്ലെ? വയറിളക്ക രോഗങ്ങൾ. ഓക്കെ, ഡയറിയ പോലത്തെ രോഗങ്ങൾക്ക് നൽകുന്ന ഒരു പ്രതിരോധമാണ് ORTയുടെ പൂർണ്ണരൂപം പറയാം. ORTയുടെ പൂർണ്ണരൂപം ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് എന്നാണ് കേട്ടാ. ഓറൽ റീഹൈഡ്രേഷൻ ട്രീറ്റ്മെന്റ് എന്നാണ്, തെറാപ്പി എന്നും പറയാം കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി എന്ന ട്രീറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ. അതിന്റെ ഈ ORT ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നൽകുന്ന ഒരു ലായനിയാണ് ORS ലായനി. ഓക്കെ. ORS ലായനി എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ORS ലായനി വെച്ച് കഴിഞ്ഞാല് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ORS ലായനിയെ പറയുന്നത് കേട്ടോ. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് ORS ലായനിയെ പറയുന്നത്. ഓക്കെ. അതിൽ എന്തൊക്കെയുണ്ട്? ഈ ORSന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ORSൽ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ് ഉണ്ട്. പിന്നെ സോഡിയം ക്ലോറൈഡ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. ഓക്കെ. സോഡിയം സിട്രേറ്റ് ഉണ്ട്. ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ. മനസ്സിലായി? സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ് ഉണ്ട്. ഒരു ചോദ്യത്തില് കാൽസ്യം കൂടെ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് കാൽസ്യം ഇല്ല കേട്ടാ. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സിട്രേറ്റ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇത് കുടിച്ചിട്ടില്ലേ പിള്ളേരെ? നിങ്ങൾക്ക് ഇതൊന്നും വന്നിട്ടില്ലേ? ഈ പറയുന്ന വയറിളക്ക രോഗങ്ങളൊന്നും വന്നിട്ടില്ലേ? എത്ര തവണയില്ലേ? എവിടെയും പോയി എന്തെങ്കിലും വാരി വെച്ച് തിന്നും, വന്ന് കിടക്കും. ഓക്കെ. ശരി. അപ്പൊ പിള്ളേരെ ഒരു ചെറിയൊരു മധുരവും ചെറിയൊരു ഉപ്പും കൂടെ ചേർന്ന ടേസ്റ്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ കഴിച്ചിട്ടില്ല, ഞാൻ ഒരു ഊഹം വെച്ച് പറഞ്ഞതാണ്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ പിന്നെ അത് ഗ്ലൂക്കോസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ പറയുന്ന സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും സോഡിയം സിട്രേറ്റ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാൽസ്യം ഒന്നും ഇല്ല. ഓക്കെ. അടുത്ത, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നമ്മൾ കോവിഷീൽഡൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വളരെ പൂനെയിലാണല്ലേ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ഓക്കെ. അടുത്ത, മെലിഞ്ഞ രോഗം, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പിള്ളേരെ, സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് എയ്ഡ്സ്. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? എയ്ഡ്സ് ആയിട്ട്. സ്ലിം ഡിസീസ് എന്ന് മാത്രമല്ല, 20ാം നൂറ്റാണ്ടിന്റെ രോഗം എന്നറിയപ്പെടുന്നതും ഏതാണ്? എയ്ഡ്സ് ആണ്. സ്ലിം ഡിസീസ് അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സിനെയാണ്. സ്ലിം ഡിസീസ് അല്ലെങ്കിൽ 20ാം നൂറ്റാണ്ടിന്റെ രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ. സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്ന ഏതാണ്? സൈലന്റ് കില്ലർ എന്നറിയപ്പെടുന്നത് നിശബ്ദനായ കൊലയാളി. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്തസമ്മർദ്ദം, ഹൈ BP, അതിരക്തസമ്മർദ്ദത്തെയാണ് നമ്മൾ നിശബ്ദനായ കൊലയാളി എന്ന് പറയുന്നത്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് അതിരക്തസമ്മർദ്ദത്തെയാണ് നിശബ്ദനായ കൊലയാളി എന്ന് പറയുന്നത്. ഓക്കെ. പ്രസന്റേഷൻ പോയി ലെഫ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, ലെഫ്റ്റ് ആയിട്ട് വാ. ശരി. ഇനി അടുത്ത് ഓർത്ത് വെച്ചിരുന്ന പോയല്ലേ. പിള്ളേരെ, മാർഷ് ഡിസീസ് പറഞ്ഞേ. മാർഷ് ഡിസീസ് രജില, ഞാൻ വരും, അതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. മാർഷ് ഡിസീസ്, ചതുപ്പ് രോഗം. പിള്ളേരെ, മാർഷ് ഡിസീസ് അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മലേറിയ. മാർഷ് ഡിസീസ് അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മലേറിയയാണ് അല്ലെങ്കിൽ മലമ്പനിയാണ്. മാർഷ് ഡിസീസ് അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനിയാണ് കേട്ടാ. ഓക്കെ. ഇനി നിശബ്ദനായ കാഴ്ചാപഹാരി എന്നറിയപ്പെടുന്ന ഏതാണ്? നിശബ്ദനായ കാഴ്ചാപഹാരി എന്നറിയപ്പെടുന്നതാണ് ഗ്ലോക്കോമ. മനസ്സിലായോ? നിശബ്ദനായ കാഴ്ചാപഹാരി എന്നറിയപ്പെടുന്നതാണ് ഏത്? ഗ്ലോക്കോമ. അതായത് ഞാൻ നിശബ്ദനായ കൊലയാളി ചോദിച്ചപ്പോഴ് ഞാൻ അടുത്ത് അതിലേക്ക് പോകുമെന്നാണ് രജിൽ വിചാരിച്ചത്. ഞാൻ മാറ്റി, നിങ്ങൾ അതിന്റെ പാറ്റേൺ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഓക്കെ.
അതേ പറയാൻ എനിക്ക് സന്തോഷമാണ്. ഞാനെന്ത് പറയില്ല, നിങ്ങൾ പഠിച്ച് ഉത്തരം പറയുന്ന കാണുമ്പോഴും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ് സന്തോഷമാണ്. കാരണം അത്രയും ലെവലിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ട്, നിങ്ങൾ പഠിച്ചെത്തുന്നുണ്ട്. ഏതൊരു ടോപ്പിക്കിൽ നിന്ന് ഏതൊരു സാധനം നിങ്ങൾക്ക് ചോദിച്ചാലും നിങ്ങൾ പറയുന്ന ലെവലിലോട്ട് നിങ്ങൾ എത്തുന്നുണ്ട്. ഓക്കെ, സന്തോഷം. എല്ലാവരും അങ്ങനെ എത്തണം. നമ്മൾ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മൾ ടോപ്പ് അടിക്കണം. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ പഠിച്ചെത്തണം. ഓക്കെ, കൊള്ളാം. നമ്മളൊക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കറിയാം, ഞാൻ ഇന്ന് എഫർട്ട് എനിക്കറിയാം. ചില ദിവസങ്ങളിൽ എനിക്ക് രാത്രിക്ക് സൗണ്ട് പോലും ഇപ്പൊ തന്നെ സൗണ്ട് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്നാലും ഞാൻ ഈ ഇരുന്ന എഫർട്ടിൽ എനിക്ക് സന്തോഷം തോന്നുന്നത് ഈ റിസൾട്ട് കാണുമ്പോഴാണ്, കുട്ടികൾക്ക് ആ ഒരു ഗുണം ഉണ്ടാകുമ്പോഴാണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ പിള്ളേരെ ഓർത്തോളം മാർസ് ഡിസീസ് അല്ലെങ്കിൽ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മലേറിയ ആണ് അല്ലെ? മലേറിയ. ഓക്കെ, അതും കൂടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ കുറച്ച് ആൾക്കാരുടെ പേരിലുള്ള രോഗങ്ങളുണ്ട്. അതായത് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് പിള്ളേരെ, വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് അല്ലെ? എലിപ്പനിയാണ് വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, വീൽസ് ഡിസീസ്. അതുപോലെ ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ് അല്ലെ? ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുഷ്ഠമാണ്. അതുപോലെ കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്ഷയമാണ്. വീൽസ് ഡിസീസ് എന്നറിയപ്പെടുന്ന എലിപ്പനിയാണ്. ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് കുഷ്ഠമാണ്. കോക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. കോക്സ്, ഇതൊക്കെ ഈ രോഗം കണ്ടെത്തിയ ആൾക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ പേരുകൾ: വീൽസ് ഡിസീസ് എലിപ്പനി, ഹാൻസൺസ് ഡിസീസ് കുഷ്ഠം, അതുപോലെ കോക്സ് ഡിസീസ് ഏതാണ്ട് ക്ഷയം. ഓക്കെ, ക്ലിയർ അല്ലേ? ക്രിസ്മസ് ഡിസീസ്, അത് കണ്ടെത്തിയ ആളല്ല, ആദ്യമായി ബാധിക്കപ്പെട്ട ആളാണ്. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്ടാ? പെട്ടെന്ന് പറ, ആര് പറ? ഹീമോഫീലിയാണ്. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. അത് ആദ്യമായി ബാധിച്ച ആളുടെ പേരാണ് കൊടുത്തിരുന്നത്, ഹീമോഫീലിയ. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നതും ഹീമോഫീലിയാണ്. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നതും ഏതാണ്ട? ഹീമോഫീലിയ. എന്നാൽ കിങ് ഓഫ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? കിങ് ഓഫ് ഡിസീസ് എന്നറിയപ്പെടുന്നത് പോരാവേ. ശരി പിള്ളേരെ, അപ്പൊ ഹീമോഫീലിയാണ് രാജകീയ രോഗങ്ങൾ എന്നറിയപ്പെടുന്നത്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. എന്നാൽ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയത്തെയാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതിനാണ്ട? ക്ഷയത്തെയാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലടാ? ശരി, അപ്പൊ അത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. അതിനുമുമ്പ് വേറെ ചോദ്യം ഉണ്ടോ? അതല്ല, നമ്മൾ ചെയ്തില്ല. മെലിഞ്ഞ രോഗം എന്നറിയപ്പെടുന്നത് എയ്ഡ്സ്. ഓക്കെ, അടുത്ത ചോദ്യം പറ. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്? വളരെ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് ഓപ്ഷൻ സി 2010 ആണ്. 2010 റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു പ്രീവിയസ് ചോദ്യമാണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ആരംഭിച്ചത് 2010 നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരളത്തിലുള്ള ഒരു പദ്ധതിയുണ്ട്. അത് എപ്പോഴും ചോദിക്കുന്നതാണ് വളരെ. അമൃതം ആരോഗ്യം പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതി ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ്. അമൃതം ആരോഗ്യം പദ്ധതി ഏതാണ്? അമൃതം ആരോഗ്യം പദ്ധതിയാണ് ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി. അമൃതം ആരോഗ്യം പദ്ധതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ ആ ഒരു കാര്യം ഓർത്തു വെച്ചോണം. ജീവിതശൈലി രോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ജീവിതശൈലി രോഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രമേഹം ജീവിതശൈലി രോഗമാണ്. അത് ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹം ജീവിതശൈലി രോഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹൃദ്രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ്. ഹൃദ്രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫാറ്റി ലിവർ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഫാറ്റി ലിവർ ജീവിതശൈലി രോഗമാണ്. പൊണ്ണത്തടി ഒരു ജീവിതശൈലി രോഗമാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അത് ചോദിക്കും ജീവിതശൈലി രോഗങ്ങൾ. നമുക്കൊരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ ഇതിൽ കൺഫ്യൂഷൻ വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗം കേട്ടോ. അത് ശ്രദ്ധിച്ചോണം. പ്രമേഹം ജീവിതശൈലി രോഗമാണ്. പ്രമേഹത്തിൽ തന്നെ ഏതാണ് ജീവിതശൈലി രോഗം എന്നുള്ളത് ടൈപ്പ് 2 പ്രമേഹമാണ് കേട്ടോ. ടൈപ്പ് 2 പ്രമേഹമാണ്. ഓക്കെ,
അതുപോലെ നമുക്കിപ്പോ റീസെന്റ് ആയിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു, ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു ആപ്പ് നമ്മളത് കണ്ടായിരുന്നു. ഏതാണ്ട ശൈലി ആപ്പ് അല്ലേ, ശൈലി ആപ്പ് അത് PSC ബുള്ളറ്റ് എന്നുള്ളത് കണ്ട ആണ് ശൈലി ആപ്പ്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ചൊരു ആപ്പാണ് ശൈലി ആപ്പ് അല്ലെ, ശൈലി ആപ്പ്. ഓക്കെ. അടുത്ത് COVID-19 കാരണമായ സൂക്ഷ്മജീവി, ഇതാ വീണ്ടും വന്നിടപ്പുണ്ട് കേട്ടോ, ഓപ്ഷൻ സി വൈറസ്. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്തേടാ. വളരെ ആ നമ്മൾ ഇന്നലെ ഞങ്ങളുടെ ചെയ്തായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. അതായത് സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്ന തീയതി അല്ലെ, സാമൂഹ്യനീതി വകുപ്പ് 1975 അല്ലെ, 1975 സാമൂഹ്യനീതി വകുപ്പ്. ഡേറ്റ് കറക്റ്റ് ചെയ്യണം, 1975, ഡേറ്റ് സെപ്റ്റംബർ 9 തന്നെ. 1975 സെപ്റ്റംബർ 9 സാമൂഹ്യനീതി വകുപ്പ് നിലയിൽ വന്നത്. ഓക്കെ, അതായത് തെറ്റായ പ്രസ്താവന, തെറ്റായ ചോദ്യം ചോദിച്ചുള്ളൂ. അപ്പൊ 4ാമത്തെ തെറ്റാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓപ്ഷൻ എയിലാണ് 4 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എയിലാണ് 4 കൊടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോഴേ 4ാമത്തത് തെറ്റ് എന്ന് കണ്ട ഉടനെ ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ടെൻഡൻസി വരും, ഡി കറുപ്പിക്കാനുള്ള ടെൻഡൻസി വരും. മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഇവിടെ 7, 4, ബിയിൽ 3, സിയിൽ 2, ഡിയിൽ 1 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ ടെൻഡൻസി കൂടിയ വെപ്രാളികൾ അല്ലെങ്കിൽ ആക്രാന്തം പിടിച്ചവന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായില്ലേ? കിട്ടി എന്ന് പറഞ്ഞ് ചാടി ചെന്ന് കാർപ്പിച്ച് കേട്ടാ ടിക്കൊക്കെ ഇട്ട് വെക്കും. ക്ലാസ്സിൽ ഇരുന്ന് എണ്ണും, മാർക്ക് കൂട്ടുമ്പോൾ അതും കൂട്ടും. പിന്നീട് നോക്കുമ്പോഴാണ് അയ്യോ പണി വാളിയെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തോണം, ഈ രീതിയിൽ നമുക്കത് ഇടും കേട്ടോ. ഇങ്ങനെ ഈ തിരിച്ചു മറിച്ചൊക്കെ തേണ്ടത് നമ്മൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അറിവ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ഈ ഡിസിഷൻ മേക്കിംഗ് പവർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ PSC ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ്? നല്ലൊരു ചോദ്യമാണ്. അപ്പോഴേ പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ഏതാണ്? ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ, ഇനി ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ വാദപ്പനി എന്ന് പറയുന്നത്. വാദപ്പനി എന്ന് പറയുന്ന രോഗമാണ്. ആ വാദപ്പനി റുമാറ്റോയിഡ് ആർത്രൈറ്റിസിനെയാണ് നമ്മൾ വാദപ്പനി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ ജോയിന്റ്സിലൊക്കെ നീരും വേദനയൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, വേദന വരും, അതുപോലെ ഇൻഫ്ലമേഷൻ, നീരുണ്ടാവും. ഓക്കെ, അതാണ് ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഇമ്മ്യൂണ സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡിക്കെതിരെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, എനിക്കുണ്ടായിരുന്നു ഇവിടെ ഒരു പ്രശ്നം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. അതായത് എന്റെ ഈ ഒരു ഭാഗത്തെ മുടി ഫുള്ള് ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് പോയി. ഓക്കെ, അത് അലോപേഷ്യ ഏരിയോട്ടം എന്ന കണ്ടീഷനാണ്. അലോപേഷ്യ ഏരിയോട്ടം അത് ഒരുപാട് ആൾക്കാർക്ക് വരുന്നതാണ്. നമ്മുടെ ഈ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ്. അത് പെട്ടെന്നൊരു വട്ടത്തിന് എന്റെ ഈ ഭാഗത്തെ മുടി അങ്ങ് പെട്ടെന്ന് കൊഴിഞ്ഞു പോയി. ഓക്കെ, അത് ഇങ്ങനത്തെ ഒരു ആട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണ്. ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസും ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസിന്റെ പോലെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന എന്ത് സംഭവിക്കും, നമ്മുടെ ഈ സന്ധികളിൽ, ജോയിന്റുകളിൽ ഈ ഇൻഫ്ലമേഷനും പെയിനൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, ശരി, ലെഫ്റ്റ് ആയിക്കോ. ക്ലിയർ ആണല്ലോ. ഗൗട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. ഗൗട്ട് എന്താ? ഗൗട്ട് ലാക്റ്റിക് ആസിഡ് അല്ല പിള്ളേരെ. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ആണ്. ഗൗട്ട് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ആണ്. നമ്മുടെ ജോയിന്റുകളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ്. ജോയിന്റുകളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് ഗൗട്ട്. ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പേശീക്ലമമാണ്. ലാക്റ്റിക് ആസിഡും ഗൗട്ട് യൂറിക് ആസിഡും പേശീക്ലമം ലാക്റ്റിക് ആസിഡും. അടുത്ത മൈസ്റ്റീനിയ ഗ്രാവിസ്. ഈ രോഗം ബാധിക്കുന്നത്, മൈസ്റ്റീനിയ ഗ്രാവിസ് എന്ന രോഗം ബാധിക്കുന്നത് ഏത് വ്യവസ്ഥയായിരിക്കും നോക്കി പറയാം നിങ്ങൾ. മൈസ്റ്റീനിയ ഗ്രാവിസ് മയ വെച്ചിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? മയോഗ്ലോബിൻ, മയോഫിലമെന്റുകൾ. മയോ എന്ന വാക്ക്
മയോ എന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് പിള്ളേരെ? പേശികളുമായി ബന്ധപ്പെട്ടത് അല്ലേ? നമ്മളെ പേശി പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് മൈസ്റ്റീനിയ ഗ്രാവിസ്. മൈസ്റ്റീനിയ ഗ്രാവിസ്. ഓക്കെ, പേശി പ്രവർത്തനത്തെ ബാധിക്കുന്ന രോഗമാണ് മൈസ്റ്റീനിയ ഗ്രാവിസ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക, ഇതൊക്കെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ പറയുന്ന ഓസ്റ്റിയോപോറോസിസ് കണ്ട എന്താണ് ഉണ്ടാകുന്നത്? ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. അതുപോലെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സന്ധികളിൽ ഈ പറയുന്ന ഇൻഫ്ലമേഷനും പെയിനൊക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഓട്ടോ ഇമ്മ്യൂണൽ ഡിസീസ് ആണ് കേട്ടോ. ഗൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിക് ആസിഡ്, ഈ സന്ധികൾ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് ഗൗട്ട്. യൂറിക് ആസിഡ്, സന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന രോഗമാണ് ഈ ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ, നമുക്ക് ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഈ നമ്മൾ നല്ല കാലുവേദന പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയാം യൂറിക് ആസിഡ് കൂടുതലാണെന്ന് പറയുമല്ലേ, അത് ഈ കണ്ടീഷനാണ് ഗൗട്ട്. മനസ്സിലായ? യൂറിക് ആസിഡ് കൂടുതലാണെന്ന് പറയത്തില്ല, അത് ഈ പറഞ്ഞ കണ്ടീഷനാണ്, ഗൗട്ടാണ് കേട്ടോ. ഓക്കെ അല്ലേ? ശരി, ഇനി വീണ്ടും താഴോട്ട് വേണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്തേ. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗമാണോ? ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗമാണോ? ആൽഫ വൈറസ് ആണല്ലേ? ആൽഫ വൈറസ് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ആണ് ഏത്? ആൽഫ വൈറസ്. ചേട്ടാ ചിക്കൻ എന്നാണ്, ചിക്കൻ കേട്ടോ നമ്മൾ പറയണത്. ചിക്കൻ എന്ന് പറയുമെങ്കിൽ ചിക്കുനാണ്, ചിക്കുൻ ഗുനിയ എന്നാണ് കേട്ടാ. ഓക്കെ, അൽഫാം ആണ് കോഡ്. ഓക്കെ, ചിക്കൻ അൽഫാം എന്തെങ്കിലും കോർത്ത് വെച്ചോ. ഓക്കെ, ചിക്കൻ ഗുനിയ ആൽഫ വൈറസ് ആണ്. ചിക്കൻ ഗുനിയ ആൽഫ വൈറസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പൊ പിള്ളേരെ അത്രേ ഉള്ളൂ. നമുക്ക് വർക്കൗട്ട് 25 ക്വസ്റ്റ്യൻ എടുത്തിട്ടുള്ളായിരുന്നു. ഓക്കെ, ശരി. മാർക്കുകളെന്ന് പറയാം 25 ശരിയാക്കിയിട ആരെങ്കിലും? ചാൻസ് ഉണ്ടോ? 25 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം എളുപ്പമുള്ളതിന് 25 ഒരുപാട് എടുക്കണ്ട. അവിടെ ഞാൻ മാർക്ക് വായിക്കട്ടെ. പോവല്ലേടാ, മാർക്കൊക്കെ കേട്ടിട്ടേ പോവാം. എവിടെ? 25 ആർക്കൊക്കെയാണ്? പ്രിയ, രാഖി, രേഷ്മ, അർച്ചന, മനുവിന് 25, അനലക്ഷ്മിക്ക് 25, അപർണ 25, രാഹുൽ 24, ശിവപ്രിയ 24, അനഘ 25, വിഷ്ണു 23, മൻസു 24, ദിവ്യ 24, രമ്യ 23, ശ്രുതി 24, ഓക്കെ, ഇർഫാൻ 25, ലക്ഷ്മി 24, രോഹിണി 24, അഞ്ജന 24, വീണ 23, ദീപ്തി 23. ഓക്കെ, നമുക്ക് എത്ര കട്ട് ഓഫ് വിളിക്കാടാ? എത്ര കട്ട് ഓഫ് വിളിക്കാം? വലിയ പാടൊന്നുമില്ല. നമുക്കൊരു 20 മുകളിൽ ഉള്ളതിൽ കമന്റ് ചെയ്തോ. 20 വാങ്ങണം കേട്ടോ. ശരി, നമുക്ക് ബാക്കി നമുക്ക് പിന്നെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പൊക്കോ, ബൈ, ടാറ്റ.